ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ കേക്കിലേക്കുള്ള ഫ്ലോർ മിക്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഫ്ലോറ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് കൊക്കോ പൗഡറാണ്. അപ്പോൾ കഴിയുന്നതും ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചതും 1/2 കപ്പ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ഷുഗർ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2-3 മിനിറ്റ് ബീറ്റ് ചെയ്ത ശേഷം ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ എഗ് മിക്സ് നല്ല പോലെ തന്നെ ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നേരത്തെ മാറ്റി വെച്ച ഫ്ലോർ മിക്സ് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് സാവധാനം ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി 7 ഇഞ്ചിൻ്റെ ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡ് ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാറ്റർ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 175 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് 3 ലെയറായി കട്ട് ചെയ്ത ശേഷം മാറ്റി വെക്കാം. ഇനി കേക്കിലേക്കുള്ള ക്രീം റെഡിയാക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 മിനിറ്റ് സ്ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലുമായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഐസിങ് ഷുഗർ കുറച്ചായി ചേർത്ത് കൊടുത്ത് സ്റ്റിഫ് ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഐസിങ് ഷുഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? 3/4 കപ്പ് ഷുഗറും 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഐസിങ് ഷുഗർ. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ചെറി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിൻ്റെ ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുത്ത് കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്ത കേക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കണം കേട്ടോ. ഒരിത്തിരി ക്ഷമയും കുറച്ച് ടൈമും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേക്ക് നല്ല വൃത്തിയായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഇനി ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ച് കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിലേക്കുള്ള ഡിസൈന് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ക്രീമാണ് റെഡിയാക്കുന്നത്.
4 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രീം ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. ഈ ഒരു ഷെൽ നോസിൽ കൊണ്ടുള്ള ഡിസൈനാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇനി കേക്കിൻ്റെ ഒരു ഹാഫ് പോർഷന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു സ്റ്റാർ നോസിൽ ഉപയോഗിച്ച് കേക്കിന് ബോർഡറും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിന് സൈഡിലായിട്ട് കുറച്ച് ചെറിയും ചോക്ലേറ്റ് ഗാർണിഷേഴ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിയായ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.